അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, കേരളം കാത്തിരിക്കുകയാണ്, എത്രത്തോളം കാതോർത്തിരിക്കുകയാണ് NSS ജനറൽ സെക്രട്ടറിയുടെ വാക്കുകളെ, അതിനു മുന്നേയുള്ള ഉണ്ടായ വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകൾ. ഇവരെ ഒരേ സ്വരത്തിൽ പറഞ്ഞു നിർത്തിയത് ഈ ഐക്യത്തെക്കുറിച്ചാണ്, ഐക്യത്തിന്റെ കാഹളത്തെക്കുറിച്ചാണ്. എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ? സന്തോഷം നൽകുന്നൊരു വാർത്തയാണ്. കേരളം ഉണ്ടായപ്പോൾ തന്നെ നമുക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് കേരളത്തിൽ സമാന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഓരോ കാലത്തും ഈ കേരളത്തിലെ പ്രബലമായിട്ടുള്ള ഹൈന്ദവ വിഭാഗങ്ങൾ, എല്ലാ ഹൈന്ദവ വിഭാഗങ്ങളെയും ഭിന്നിപ്പിച്ച് നിർത്തുക എന്നുള്ളത് കേരളത്തിലെ രാഷ്ട്രീയ ശക്തികളുടെ പ്രധാനപ്പെട്ട ആവശ്യമാണ്. കാരണം ഹിന്ദുക്കൾ ഒന്നിച്ചു പോയാൽ അവരുടേതായിട്ടുള്ള അജണ്ടകൾ, എന്നുവെച്ചാൽ രാഷ്ട്രീയക്കാരുടെ അജണ്ടകൾ നടക്കില്ല എന്നവർക്കറിയാം. അതുകൊണ്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കും എന്നുള്ളത് കൃത്യമായിരുന്നല്ലോ. അത് തന്നെയാണല്ലോ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. ഈ നായർ ഈഴവ ഐക്യത്തെ തകർത്തത് കേരളത്തിലെ മുസ്ലിം ലീഗാണ് എന്ന് പറഞ്ഞു. സംവരണം പോലെയുള്ള ചില വിഷയങ്ങൾ എടുത്തിട്ടുകൊണ്ട് സമുദായങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കുക എന്നുള്ളത് ഇത്തരത്തിലുള്ള ശക്തികളുടെ പ്രധാനപ്പെട്ട ഒരു അജണ്ട തന്നെയാണ്. അതിനെ ഇനിയും അത്തരത്തിലുള്ള കെണികൾ വെക്കാനുള്ള സാധ്യതയുണ്ട് എന്നും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള കെണികൾക്ക് ഇനിയും വശംവദരാകാതെ ഏതെങ്കിലുമൊക്കെ ചില വിഷയങ്ങളിൽ ഓരോ സമുദായത്തിനും ഓരോ താല്പര്യമുണ്ടാകാം. ആ വിഷയങ്ങളൊക്കെ അതാത് സമയത്ത് തന്നെ പരസ്പരം ഒന്നിച്ചിരുന്ന് പറഞ്ഞ് സംസാരിച്ച് തീർത്തുകൊണ്ട് മുമ്പോട്ട് പോകണം. ഈ നായർ ഈഴവ ഐക്യം മാത്രമല്ല കേരളത്തിൽ വേണ്ടത്, എല്ലാ ഹൈന്ദവ വിഭാഗങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട്. നമുക്കറിയാം, ശബരിമലയിലെ സ്ത്രീകളെ തിരികെ കയറ്റുന്ന ആവശ്യത്തിന് വേണ്ടി നവോത്ഥാന മതിലും നവോത്ഥാന സമിതിയും പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കി. സമാന സ്വഭാവമുള്ള ഹൈന്ദവരെ എല്ലാ ഹൈന്ദവ വിഭാഗങ്ങളും, കേരളത്തിൽ ഏകദേശം 300-ൽ പരം ഹൈന്ദവ ജാതീയ സംഘടനകളുണ്ട്. അത്രയും സംഘടനകളുടെ ഒരു ഹിന്ദു പാർലമെന്റ് ആയിട്ട് കേരളത്തിൽ മാറണം. കേരളത്തിലെ ഈ NSS SNDPയുടെ ഐക്യം ഒരു ഹിന്ദു പാർലമെന്റ് രീതിയിലേക്ക് പോവുകയും അവകാശങ്ങൾ, ഒരു ഹിന്ദുവിന്റെ ആചാരത്തിനെ സംബന്ധിച്ചുള്ളത്, അവന്റെ അവകാശങ്ങളെ സംബന്ധിച്ച് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വിലപേശി തന്നെ മേടിക്കാനുള്ള കഴിവും പ്രാപ്തിയുമുള്ള ഒരു ഹിന്ദു പാർലമെന്റ് കേരളത്തിലുണ്ടാകണം. അങ്ങനെ വരികയാണെങ്കിൽ ശബരിമലയുടെ ഇഷ്യൂവിന് പ്രശ്നമുണ്ടാകില്ല, സംവരണത്തിന്റെ കാര്യത്തിൽ പ്രശ്നമുണ്ടാകില്ല, ഈ രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള പിടിവലിയുടെ കാര്യത്തിൽ പ്രശ്നമുണ്ടാകത്തില്ല, പ്രബലമായ രീതിയിൽ മാറും. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, കേരളത്തിൽ ഹിന്ദു 50% താഴെയായിക്കൊണ്ടിരിക്കുകയാണ്. അതും ഈ നേതൃത്വം മനസ്സിലാക്കണം. എന്ന് കേരളത്തിൽ ഹിന്ദു 50% മാറുന്നു, ആ സമയത്ത് കേരളത്തിലെ രാഷ്ട്രീയ ഭൂപടം മാറ്റിവരയ്ക്കപ്പെടും. അതിന്റെ പ്രകടമായൊരു തെളിവാണ് മലപ്പുറം ജില്ലയെ 3ആയിട്ട് വിഭജിക്കണം, മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പെരുമ്പാവൂരും ആലുവായും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ജില്ല വേണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ ആ ശക്തികൾക്ക് കരുത്തായത് അവർ 50% മുകളിലായി എന്ന് അവർ വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, ഇത്തരത്തിൽ ഈ മത ന്യൂനപക്ഷ തീവ്രവാദ സംഘടനകൾ അടക്കം ഇതിനെ ഒത്താശ ചെയ്യുമ്പോൾ ഈ SNDPയുടെയും NSSന്റെയും, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിരവധി ഹൈന്ദവ സമുദായ സംഘടനകൾ ഉണ്ടെങ്കിലും ഏറ്റവും പ്രബലമായ 2 സംഘടനകളാണ് ഈ SNDP ആയാലും NSS ആയാലും. ഇവർ ഒന്നിക്കുന്നത് ഹൈന്ദവ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക്, ഉന്നതിക്ക് ഒരു ശുഭസൂചനയാണ് എന്ന് തന്നെയാണ് താങ്കൾ പറഞ്ഞു വെക്കുന്നത്, അല്ലേ? അതെ, തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഹിന്ദു മതത്തിലെ ജാതി എന്നുള്ള ഒരു സാമൂഹ്യ യാഥാർത്ഥ്യം തന്നെയാണ്. നമുക്കതിനെ കണ്ടില്ല എന്ന് നടിക്കാൻ സാധിക്കത്തില്ല. എല്ലാ ജാതി സംഘടനകൾക്കും ആ ജാതിയുടേതായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട താല്പര്യം. പക്ഷേ ആ ജാതി സംഘടനകളുടെ താല്പര്യം സംരക്ഷിക്കുന്ന സമയത്ത് തന്നെ ഹൈന്ദവന്റെ ചില പൊതു താല്പര്യങ്ങളുണ്ട്. ഇപ്പോൾ ശബരിമല ഇഷ്യൂ പോലെയുള്ള ചില പ്രധാനപ്പെട്ട പൊതു താല്പര്യങ്ങളിൽ ഒന്നിച്ചു നിൽക്കാനുള്ള കരുത്തും തന്റെ ഇടവും ഈ കൂട്ടായ്മയിൽ കൂടി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഹിന്ദുത്വത്തിന്റെ ഭാവി ശുഭകരമായി മാറുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും SNDP നേതൃത്വവും NSS നേതൃത്വവും എടുത്തിരിക്കുന്ന ഈ ഒരു താല്പര്യം വളരെ ശുഭകരമാണ്. ഇത് ബാക്കിയുള്ള എല്ലാ സമുദായ സംഘടനകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു ഹൈന്ദവ ഐക്യം, ഹിന്ദു പാർലമെന്റ് ഉണ്ടാകുന്ന ഒരു കാലഘട്ടം അതിവിദൂരമാവരുതെന്ന് ഞങ്ങൾക്ക് അഭ്യർത്ഥനയുമുണ്ട്. ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, അതോടൊപ്പം തന്നെ ഈ സുകുമാരൻ നായരായാലും വെള്ളപ്പള്ളി നടേശനായാലും പറഞ്ഞൊരു കാര്യമുണ്ട്, സമുദായത്തിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി, സമുദായത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും, അതിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നാണ് NSS ജനറൽ സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുന്നത്. ആ വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവം മാറ്റിവെച്ചുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തോട് സമദൂരം പാലിച്ചുകൊണ്ട് ഒന്നിച്ചു നിൽക്കുമെന്ന് പറയുമ്പോൾ അതൊക്കെയും
ഹൈന്ദവ വിശ്വാസത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകിച്ച് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ചില ന്യൂനപക്ഷ സംഘടനകൾ ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ള സംഘടനകൾ രാഷ്ട്രീയത്തെ പോലും ഹൈജാക്ക് ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തെ ഒഴിവാക്കാൻ, അകറ്റി നിർത്താൻ എന്തുകൊണ്ട് പ്രസക്തമാകും ഈ ഒരു ഐക്യം, അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് കേരളത്തിൽ കാണുന്നത് ഇസ്ലാമിക ശക്തികളെക്കാൾ കൂടുതൽ ഹൈന്ദവ ഐക്യം ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്നത് ക്രിപ്റ്റോ ഹിന്ദു ആയിട്ടുള്ള സതീശന്റെ കൂട്ടുള്ള ആൾക്കാരാണ്. വി.ഡി. സതീശൻ എന്ന് പറഞ്ഞാൽ ഒരു ക്രിപ്റ്റോ ഹിന്ദു ആണ്. അദ്ദേഹമാണ് ഈ സമുദായ നേതാക്കന്മാരെയും ഒക്കെ തന്നെ ഏറ്റവും കൂടുതൽ ചീത്ത വിളിക്കുകയും തെറി വിളിക്കുകയും മോശകരമായി ചിത്രീകരിക്കുകയും ചെയ്യുന്നത്. NSS നേതൃത്വത്തിനെതിരെ, SNDP നേതൃത്വത്തിനെതിരെ ക്രിപ്റ്റോ ഹിന്ദു ആയിട്ടുള്ള ഈ വി.ഡി. സതീശൻ എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ക്രൈസ്തവ മതപുരോഹിതന്മാരുടെ യോഗത്തിൽ രഹസ്യമായി തലയിൽ മുണ്ടിട്ട് പോയ വ്യക്തിയാണ് വി.ഡി. സതീശൻ. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആദ്യമേ ഇത്തരത്തിലുള്ള ക്രിപ്റ്റോ ഹിന്ദുക്കളെയാണ് കണ്ടെത്തി അവരെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് ഈ ഐക്യ സംവിധാനം അവരെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ തോപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഇവിടുത്തെ മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ ഇവരാണ് ഈ ക്രിപ്റ്റോ ഹിന്ദു ആയിട്ടുള്ള വി.ഡി. സതീശൻ, ബലറാം തുടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈ അടുത്ത കാലത്ത് പോയ സന്ദീപ് വാര്യർ തുടങ്ങിയിട്ടുള്ള ക്രിപ്റ്റോ ഹിന്ദുക്കളാണ് കേരളത്തിലെ ഹിന്ദു ഐക്യത്തിന് തുരങ്കം വെക്കാൻ ആഗ്രഹിക്കുന്നവരും തുരങ്കം വെച്ചുകൊണ്ടിരിക്കുന്നതും. അവരെ തെരഞ്ഞു പിടിച്ച് കണ്ടെത്തി നിയമസഭയുടെ പടിവാതുക്കൽ കയറ്റരുത് എന്നുള്ളതും ഈ ഐക്യ സംവിധാനം ആലോചിക്കേണ്ടത്. ഇത് തന്നെയാണ് ഈ രണ്ട് നേതാക്കളും പറഞ്ഞത്. വി.ഡി. സതീശനെ കടന്നാക്രമിക്കുന്ന സമീപനം തന്നെയാണ് ഈ രണ്ട് സമുദായ നേതാക്കളും ഒരേ സ്വരത്തിൽ സ്വീകരിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇവിടെ താങ്കൾ പറഞ്ഞു വെച്ചതുപോലെ തന്നെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മുന്നിൽ കണ്ടുകൊണ്ട് ന്യൂനപക്ഷ പ്രീണനം നടത്തുന്ന ഒരു നേതാവായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മാറിയെന്നാണ് ഇരു കൂട്ടരും പറഞ്ഞു വെക്കുന്നത്. അതായത് മുസ്ലിം ലീഗിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഏത് തരത്തിലായാലും അധികാരത്തിലെത്തുക, അധികാരത്തിൻ്റെ മേൽക്കോയ്മ സ്ഥാപിച്ചെടുക്കുക, അത്തരത്തിലുള്ള വി.ഡി. സതീശന്റെ മുഖത്തേറ്റ ഒരു പ്രഹരം കൂടിയാകുന്നു ഈ നേതൃത്വത്തിന്റെ വാക്കുകൾ, അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കുക, കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിന്റെ ഒരു പൊതുവേദിയിൽ പോലും ഈ സതീശന്റെ കൂട്ടുള്ള ആൾക്കാർ പോകാറില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മൾ ശ്രദ്ധിക്കൂ, തിരുവനന്തപുരത്ത് ജമാഅത്തിന്റെ യാത്ര സമാപിച്ചപ്പോൾ മുഖ്യമായി ആ വേദിയിൽ പങ്കെടുത്ത ആരാണ്? ഈ സതീശനും അതേപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാരാണ്. അവർക്ക് തീർച്ചയായിട്ടും ന്യൂനപക്ഷത്തിന്റെ സംഘടിത വോട്ട് ബാങ്കിനെ പേടിക്കുന്നവർ. പേടിക്കുമ്പോൾ അവരുടെ കയ്യടി നേടാനും അവരുടെ വോട്ട് നേടാനും ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിന്റെ മുതിർന്ന തലത്തിൽ പ്രവർത്തിക്കുന്ന ശ്രീ സുകുമാരൻ നായർ, ശ്രീ വെള്ളാപ്പള്ളി നടേശനെയും ഒക്കെ പ്രത്യേകമായി തെരഞ്ഞു പിടിച്ച് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആക്രമിക്കുകയാണ് സതീശൻ. അതാണ് കേരളത്തിൽ ക്രിപ്റ്റോ ഹിന്ദു എന്നൊരു വാക്കുണ്ടാകുക തന്നെ വേണം. ക്രിപ്റ്റോ ഹിന്ദുക്കളാണ് ഈ സതീശന്, ബലറാം തുടങ്ങിയിട്ടുള്ള കോൺഗ്രസിന്റെ ചില നേതാക്കന്മാർ ഹിന്ദുവിനെയാണ് ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ഹിന്ദുത്വത്തിനെ അവർ എതിർക്കുന്നു. ഹൈന്ദവ ഐക്യത്തിനെ തകർക്കാനുള്ള ശ്രമം ഇനിയും അവരുണ്ടാക്കും. അതിനവർ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിക്കും, വെൽഫെയർ പാർട്ടിയെ കൂട്ടുപിടിക്കും, സോളിഡാരിറ്റിയെ കൂട്ടുപിടിക്കും, അതുപോലെ തന്നെ ഹിന്ദു വിഭാഗത്തിലെ മറ്റ് ചില സമുദായങ്ങളെയും കൂട്ടുപിടിക്കും. അതിന്റെ ചില സൂചനകൾ നിയമസഭാ തെരഞ്ഞെടുപ്പില് ചില വ്യക്തികൾക്ക് സീറ്റുകളൊക്കെ വാഗ്ദാനം ചെയ്ത് കഴിഞ്ഞു. അവരെപ്പോഴും ഒരു ബ്രാഹ്മണിക്കൽ എതിർപ്പ് തുടങ്ങിയ സംവിധാനങ്ങൾ കൊണ്ട് ഈ ഹിന്ദു വിഭാഗത്തിലെ താഴെ തട്ടിലുള്ള സാധാരണക്കാരായ സഹോദരങ്ങളെ വീണ്ടും തെറ്റിക്കാൻ, സംവരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വലിച്ചിഴച്ച് കൊണ്ടുവന്ന് ഇതിനെ തകർക്കാനുള്ള ശ്രമം ഈ ക്രിപ്റ്റോ ഹിന്ദുക്കൾ വീണ്ടും ശ്രമിക്കുമെന്നുള്ളത് സ്വാഭാവികമാണ്. അതൊക്കെ തിരിച്ചറിയാനുള്ള കഴിവും പ്രാപ്തിയും ഉള്ള രണ്ട് വ്യക്തിത്വങ്ങൾ തന്നെയാണ് ശ്രീ സുകുമാരൻ നായർ ആയിക്കൊള്ളട്ടെ, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ആയിക്കൊള്ളട്ടെ. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്. ഇപ്പോൾ ഹിന്ദു